ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് തീരെ സുഖമില്ല. ഞാനിപ്പോൾ ഒരു റിയലി ടഫ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അതൊരു പന്ന ദിവസമായിരുന്നു. അന്ന് രാവിലെയാണ് എൻ്റെ കാലിൽ കല്ല് മറിഞ്ഞു വീണത്. ഞങ്ങൾ ഈവനിങ് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതെല്ലാം നശിപ്പിച്ചു അന്നത്തെ ദിവസം. ഇറ്റ് വാസ് എ ടെറിബിൾ ആക്സിഡൻറ്റ്. ആ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനന്ന് കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോയത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അത് കാരണം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാനിപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. നടക്കാൻ തീരെ വയ്യ. പക്ഷെ അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുകയാണ് ശീലം എനിക്കില്ല. വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പക്ഷേ നടക്കാനൊന്നും പറ്റാതെ ആ ഒരു ഇരിപ്പ് തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. എത്ര ടൈമെന്ന് വെച്ചാൽ നമ്മൾ ടി വി കാണും, ഫോണൊക്കെ ഇങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പരമാവധി ഞാൻ ശ്രമിച്ചു നിലത്ത് കാല് കുത്തി പയ്യെ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിങ്ങനെ കാല് കുത്തുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കാരണം തന്നെ പിന്നെ റിസ്ക് എടുത്തില്ല. അതുകൊണ്ട് വാച്ചിങ് ടി വി ഈസ് മൈ ഓൺലി ഓപ്ഷൻ. വേറെ നിവർത്തിയില്ല ഗൈസ്. പക്ഷേ ടി വി കാണുമ്പോഴും ആ മുറിവിൽ നല്ല പെയിനുണ്ട്. കുറേ നേരം അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഉച്ചയ്ക്കായപ്പോൾ അമ്മ ചോറ് തന്നു. അങ്ങനെ അത് കഴിച്ചു. എത്ര സിനിമയാണ് മാറി മാറി കണ്ടത്, അതിനൊരു കണക്കില്ല. കുറേ സിനിമ കണ്ടു, കുറേ പാട്ട് കേട്ടു. അങ്ങനെ ആ ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പം ഇതല്ലെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നമുക്കിങ്ങനെ എവിടെയും പോവാതെ ഈ ഒരു ഇരിപ്പ് തന്നെ ഇരിക്കണത് ഭയങ്കര, അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം കാലിൻ്റെ വേദന, പിന്നെ നമുക്ക് എങ്ങോട്ടും നടക്കാൻ പറ്റില്ല ഒരു റൂമിൽ തന്നെ. അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ അമ്മ ചോറ് കൊണ്ടുവന്ന് തന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഡ്രസ്സിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കരഞ്ഞ് ബഹളം വെച്ചു. പിന്നെ TT എടുത്തു. അതിൻ്റെ വേദന ഇപ്പോഴും ഉണ്ട് കൈക്ക്. ഓക്കെ, ഐ മിസ് മൈ നോർമൽ ലൈഫ്. മരുന്ന് തന്നിട്ടുണ്ട്, എങ്കിലും റിക്കവർക്ക് കുറച്ച് ടൈം എടുക്കും. ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ കാലിൽ കല്ല് വീണ ദിവസം ഈവനിങ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു പെരുന്നാളിന്. പക്ഷേ രാവിലെ തന്നെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനി ഈ വരുന്ന സൺഡേ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാനും